നമ്മുടെ കൺവെൻഷൻ ഗീതങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് പാടിയ, എല്ലാ ദിവസവും പാടിയ പാട്ട് 100-ാമത്തെ പാട്ടാണ്. നിങ്ങളാരും ഇപ്പോൾ തുറക്കണ്ട, ഒന്നും ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് ശ്രദ്ധിക്കണം. 100% നിങ്ങൾ ഇവിടെ പ്രസൻ്റ് ആയിരിക്കണം. ബി പ്രസൻറ്റ് ഇൻ ദ പ്രസൻറ്റ്. നമ്മളിവിടെ പ്രസൻ്റ് ആയിരിക്കുകയും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ഇങ്ങനെ വാണ്ടർ ചെയ്യുകയും ചെയ്താൽ വി ആർ ആബ്സെൻറ്റ് ഇൻ ദ പ്രസൻറ്റ്. ദാറ്റ് ഈസ് എ ക്രൂവൽ തിങ്. അത് വലിയ കഠിനമായ തെറ്റാണ്. Giving the impression that you are totally present, but in the thinking process, mentally we are wandering. അത് നമ്മൾ ഈ പറയുന്നതൊന്നും കേൾക്കില്ല. അതുകൊണ്ട് കുറേ ആളുകൾ വെയിലത്താണ് നിൽക്കുന്നത്, കുറച്ച് ആളുകൾ അകത്ത് താഴെ ഇരിക്കുകയാണ്. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിശ്ചയമായിട്ട്. അപ്പോൾ അതിനെല്ലാം സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുമെന്നൊക്കെ പറയുന്നത് ശരിയായ കാര്യമില്ല. ഇവിടെ ഇരുന്ന് സുഖമായ കസറയിൽ ഇരുന്നേച്ച് താഴെ ഇരിക്കുന്നവരെ ദൈവം സ്വർഗത്തിൽ പ്രതിഫലം ചെയ്യുന്നത് പറയുന്നവനെ നരകത്തിൽ വിടും. അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്ത കുറച്ച് നല്ല മനുഷ്യരുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുകയും അവർക്ക് കിട്ടാഞ്ഞതിലുള്ള ദുഃഖം അറിയിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വലിയ ഭക്ഷണമായ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ചവർക്ക് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് അവരിവിടെ ഖേദം പ്രകടിപ്പിക്കാത്തതും 2 പാക്കറ്റ് കിട്ടി എന്നുള്ള മട്ടിൽ സംതൃപ്തിയോടെ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ ഈ 100-ാമത്തെ പാട്ട് എഴുതിയത് നമ്മുടെ സാജനച്ഛനാണ്, സാജൻ ബി മാത്യു അച്ഛൻ. ജീവിതത്തിൻ്റെ വലിയ ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ആളാണ്. അതുകൊണ്ട് അച്ഛൻ്റെ പാട്ടുകൾക്കെല്ലാം ദൈവം നൽകിയതായിട്ടുള്ള നന്മകളെ, സൗഖ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ആശയങ്ങളാണ് അച്ഛൻ്റെ ഒട്ടുമിക്ക പാട്ടുകൾ. ഇവിടെ ഷിബു അച്ഛൻ സൂചിപ്പിച്ചു, നമ്മുടെ KY ജയിക്കും അച്ഛൻ. അച്ഛന് വെല്ലൂരായിരുന്നു. അച്ഛന് മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് വെല്ലൂർ മെഡിക്കൽ കോളേജിന് ചെയ്യാവുന്ന മുഴുവൻ കഴിവുകളും അവരുപയോഗിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും അച്ഛന് ഇമ്പ്രൂവ് കിട്ടാത്തതുകൊണ്ട് ഒരു പാലിയേറ്റീവ് കെയറാണ് അച്ഛന് ആവശ്യം, അതാണ് ഇനിയും നൽകാനുള്ളത് എന്ന് പറഞ്ഞു. അച്ഛന് ഇന്നലെ അവിടെ നിന്ന് തിരുവല്ലയ്ക്ക് തിരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ അച്ഛൻ തിരുവല്ലയിൽ ഹോസ്പിറ്റലിൽ വന്നു കാണും. അച്ഛൻ്റെ ശരീരത്തിലുള്ള ക്ലേശങ്ങൾ, വേദനകൾ എല്ലാം നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുകയും ദൈവത്തിന് മാത്രമേ, ഗോഡ് അലോൺ ക്യാൻ ഡു എനിത്തിങ്. അതച്ഛന് വേദനകളൊന്നുമില്ലാതെ ദൈവകൃപയിൽ ദൈവ സന്തോഷം മനസ്സിൽ അനുഭവിച്ച് അദ്ദേഹത്തിന് സ്വസിദ്ധമായി ദൈവം നൽകിയിട്ടുള്ള ഒരു ജോവിയലായിട്ടുള്ള സന്തോഷത്തിൻ്റെ, എല്ലാവരെയും ചിരി കൊണ്ടും നർമ്മം കൊണ്ടും അച്ഛനെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആളാണ്. ആ സന്തോഷം അച്ഛന് മനസ്സിൽ അനുഭവിക്കുന്നതിന് ഇടയാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ ഗായക സംഘത്തോട് 100-ാമത്തെ പാട്ടിൻ്റെ 1-ാമത്തെ സ്റ്റാൻസ ഒന്ന് പാടാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്ന ഇത്. മുറിയാൻ മുറി ഉണക്കാൻ. മുറിയുന്നത് എന്തിനാണ്? മുറി ഉണക്കാൻ. എരിയാൻ എരിഞ്ഞു തീരാൻ. കുർബാനയാലെ ഞാനും ഒരു കുർബാനയായി മാറാൻ. ഞാൻ കുർബാന സ്വീകരിച്ച് ഞാനൊരു കുർബാനയായി മാറാൻ. തിരുമുമ്പിൽ ഒരു ബലിയായി തീരാൻ വരുന്നു ഞാൻ ദേവ. നമ്മൾ ഇവിടെ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു സാരസംഗ്രഹമാണ്. മുറിക്കുന്ന ലോകമാണ് ഇവിടെ മുറി ഉണക്കാൻ. വേദനിപ്പിക്കുന്ന ലോകമാണ് അവിടെ വേദനയകറ്റി സ്വാന്തനം നൽകാൻ. കുർബാന സ്വീകരിക്കാൻ, കുർബാനയായി തീരാൻ ദൈവമേ എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയിൽ നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും
സംഗ്രഹിച്ചിട്ടുണ്ട്. ആ പാട്ട് തുടങ്ങുന്നത്, ഒരു കൂദാശയായ എൻ ജീവൻ, ഒരു കുർബാനയായ എൻ ജീവിതം, തിരുമുമ്പിൽ ഒരു ബലിയായി തീരാൻ വരുന്നു ഞാൻ ദേവ. നമ്മൾ വന്നിരിക്കുന്നു കുർബാനയായി സ്വീകരിക്കാൻ, നമ്മൾ മടങ്ങുന്നു കുർബാനയായി തീരാൻ. സ്നേഹിതരെ, ഇത് മാത്രമാണ് ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ക്രൈസ്തവന്, വിശേഷിച്ചൊരു മാർത്തോമാക്കാരുടെ സംഘമാണല്ലോ, ഒരു മാർത്തോമാക്കാരന് അവൻ്റെ ജീവിതത്തിലൂടെ സാധിക്കാനുള്ളതും സായുജ്യം പ്രാപിക്കാനായിട്ടുള്ളതും. നമുക്ക് ആ പാട്ടിൻ്റെ അതിൻ്റെ വാക്കുകളിലൂടെ നിങ്ങളും പോകണം. പാട്ടുപുസ്തകമുള്ളവർക്ക് 100-ാമത്തെ പാട്ടെടുത്ത് അതിൻ്റെ വരികളും വാക്കുകളും അർത്ഥവും നമുക്ക് നോക്കുകയും ചെയ്യാം. ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ വായിക്കുന്നത് കേട്ടാൽ മതി. എഫീഷ്യൻസ് ചാപ്റ്റർ 4 അതിൻ്റെ 25 മുതൽ ഉള്ള വാക്യങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ കണ്ണിലേക്ക് നോക്കി കേൾക്കണം. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിൽ മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി
ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. നമ്മൾ ഏതാണ്ട് ഇവിടെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു കൃത്യമായ നേർചിത്രമായി ഈ ഭാഗം നമുക്ക് കാണുകയും ചെയ്യാം. ഈ കഴിഞ്ഞ ഒരു വർഷമായി നമ്മളെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, 3-4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വീണ്ടും വീണ്ടും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മറക്കാൻ അനുവാദമില്ലാത്ത കാര്യങ്ങളാണ്. അതിലൊന്നാമത് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഇടവകകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളായിരിക്കും. ഇത് നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല, തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവുമാണ്. ഏറ്റവും ലളിതമായി ചർച്ചിനെക്കുറിച്ചുള്ള നിർവചനം, ചർച്ച് ഈസ് ദ ബോഡി ആൻഡ് ദ സാക്രമെൻറ്റ് ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ്, കൂദാശയാണ് ഇടവകൾ. ഇവിടെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എല്ലാ സംസാരത്തിലും ഒടുവിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ചോദിക്കുകയും തുറന്ന ഒരു റെസ്പോൺസ്, പ്രതികരണം ഉണ്ടാകുകയും ചെയ്തത്, സത്യമായി നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇടവകൾ വേണ്ട രീതിയിൽ ദൈവരാജ്യത്തിൻ്റെ പ്രതീകങ്ങളല്ല. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഉറങ്ങാതെ കൂടി ഇരിക്കേണ്ടതിന് അവിടെ മുമ്പിൽ കസേരയിലിരിക്കുന്ന ഈ ഭാഗത്തിരിക്കുന്നവർ ശരിയാണോ തെറ്റാണോ അവരെന്നോട് പറഞ്ഞത്? നിങ്ങൾക്കാണോ ആ ഭക്ഷണം കിട്ടാതിരുന്നത്? അത് ശരിയോ തെറ്റോ? ആ ഒന്നാമതിരിക്കുന്ന ശ്രീരത്നം അല്ല. പക്ഷേ അങ്ങനെ ആകണ്ടേ? ഇവിടെ ഇരിക്കുന്നവർ വേണം. ഇതിന് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുന്നതല്ല. അപ്പോൾ ദൈവരാജ്യം എന്താണ്, സ്വർഗം എന്താണ് എന്ന് ഈ ഭൂമിയിൽ, ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകം അറിയാനുള്ള ദൈവത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ സംഭവിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇടവക. നമ്മുടെ ഇടവകയിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാംബി തോമസ് അച്ഛൻ ഇതിനേക്കാൾ മെച്ചമായി നമ്മളുടെ ഇടവകൾ, മറ്റൊരു കോണ്ടസ്റ്റ് അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ, ദൈവരാജ്യത്തിൻ്റെ മുൻ ആസ്വാദനമാണ്, ഫോർട്ടേസ്റ്റ് എന്നുള്ള പദത്തിൽ പറഞ്ഞു. നിങ്ങൾ മിക്ക ആളുകളും കേട്ടതാണ്. അതിന് അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ക്യാരക്ടറായി എടുത്തുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ കല്യാണ വീടുകളിൽ ഇറച്ചിയുടെ ടേസ്റ്റ് ഉറപ്പിക്കുന്നയാളാണ്. പി അച്ചൻകുഞ്ഞിന് കേൾക്കാവോ? കേൾക്കാം. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ രാത്രി വെളുപ്പിനെ 4 മണിയാകുമ്പോൾ ഈ അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദറും ഇത് ടേസ്റ്റൊക്കെ നോക്കി അത് ഉറപ്പാക്കാനായിട്ട് പോകും. ആ ദേശത്തെ ഈ ജോലി ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ടീ ടേസ്റ്റേഴ്സ് ഉണ്ട്, അത് ടേസ്റ്റ് ചെയ്യുന്നത് അവരാണ്. അച്ഛനും പോയിട്ടുണ്ടെന്നും അതിൻ്റെ ചാറ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ നാളെ വിളമ്പാൻ പോകുന്ന ഇറച്ചിയുടെ ടേസ്റ്റ്, ഇറച്ചിയുടെ ചാറിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഇന്ന് ഒരു ചിരട്ടയിൽ 4 കഷ്ണം എടുത്ത് അത് ടേസ്റ്റ് ചെയ്താണ് നാളെ ഉച്ചയ്ക്ക് കൊടുക്കാൻ പോകുന്ന നമ്മുടെ ഈ ഇറച്ചി നല്ലതാണോ ഇല്ലയോ എന്നറിയുന്നത്. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, നാളെ ലഭിക്കാൻ പോകുന്ന ഇറച്ചി അല്ലെങ്കിൽ ആ ബീഫ് കറി നല്ലതാണോ എന്നറിയുന്നത് അതെല്ലാം കൂടെ തലേന്ന് രാത്രിയിൽ 4 മണിക്ക് വന്നവർ ഭക്ഷിച്ച് തീർത്തേച്ച് പോകുമ്പോഴല്ല, അതൊരു ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഫോർ ടേസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നാളെ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ നാളെ എന്താണ് പൂർണ്ണമായി സംഭവിക്കാൻ പോകുന്നത്, ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് ഒരിക്കലും തെറ്റാതെ ഒരു ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ടുള്ളതാണ് നമ്മുടെ ഇടവകൾ. ആ തൂണിൻ്റെ അടുത്ത് നല്ല വെള്ള ഡ്രസ്സിലിരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ,
നിങ്ങളെ കണ്ടാൽ അൽഫോൺസാമയേക്കാൾ നല്ല മഹത്വമുള്ള ആളുകളാണ്, നിശ്ചയമായിട്ടുമാണ്. ഇതൊന്നും ഞാൻ ഫലിതം പറയുന്നതായിട്ട് നിങ്ങൾ എടുക്കാൻ പോകണ്ട. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതും നമ്മുടെ മുമ്പിലുള്ള ഏകമായ ഒരു ഇടവകയുടെ ലക്ഷ്യം ഇതാണ്, ഇത് മാത്രമാണ് എന്ന് നമുക്ക് ഈ സമൂഹത്തെ പഠിപ്പിക്കണം. ഞാൻ പറയുന്നതാണ്, അവിടെ മുമ്പിലിരിക്കുന്ന ഈ നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് കേൾക്കുകയല്ല. അത് ശരിയാണെങ്കിൽ കൈ ഒന്ന് കാണിച്ചേക്കണം, ശരിയല്ലെങ്കിൽ കൈ ഇങ്ങനെ നെഞ്ചത്തോട്ട് വെച്ചേക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുവാണെന്ന് തോന്നിപ്പോകും. കൈ നമുക്ക് സാധിക്കണം. ദൈവജനമേ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കും. ഒരു ആശുപത്രിയിൽ സൗഖ്യമാണ് ശ്രമിക്കേണ്ടത്. അവിടെ നല്ല സാഹചര്യങ്ങളുണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു രോഗി പോലും സൗഖ്യമാകുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമില്ലയോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളൊന്ന് ഉറച്ച് പറ. ഉണ്ട്, അതാണ് പറയുന്നത്. ഇത് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അങ്ങനെ കുഴപ്പമുള്ളത് മാറ്റാൻ, കുഴപ്പം മാറ്റി കൊഴുപ്പകറ്റാനുള്ള നമ്മുടെ കൂടിവരവിൻ്റെ സ്ഥലമാണ് നമ്മുടെ ഓരോ ആരാധനയും. അവിടെ ഇരിക്കുന്ന സ്ത്രീജനങ്ങൾ ശരിയോ തെറ്റോ? ശരിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചാൽ മതി. എനിക്ക് സന്തോഷത്തോടുകൂടെ മരിക്കാം. കാരണം ഇത്രയും സ്ത്രീജനങ്ങൾ, മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ ദിവസം സേവികാ സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ അവരോട് പറഞ്ഞു, ഈ കേരളത്തിലെ മാർത്തോമാ സഭയിലെ ഝാൻസി റാണിമാരാണ് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെന്ന്. പിന്നെ ഒരു ഗുണമുണ്ട്, എങ്ങനെല്ലാം പറഞ്ഞാലും അനങ്ങത്തില്ല. അത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത്, ഈ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ് നമ്മുടെ ഇടവകൾ എന്നുള്ളത് കൊണ്ട് ആ അടയാളമായിരിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്നുള്ളതാണ്. അതിൻ്റെ വിവിധങ്ങളായ തലങ്ങളും ആഴങ്ങളുമാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അങ്ങനെയാണ്. എങ്കിലും ഈ വർഷത്തെ ഈ പഠനം കഴിഞ്ഞ്, ഈ സമാപന സമ്മേളനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ ഞാൻ എല്ലാവരോടും ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ഉറപ്പാക്കണമെന്ന് ദൈവനാമത്തിൽ വിനയത്തോടുകൂടി കേണ് അപേക്ഷിക്കുന്നു. നമ്മൾ ഇരിക്കുന്ന ഇടം, നമ്മളുടെ ഇടവക, അത് ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞത് ആയിരിക്കണം. പലപ്പോഴും അത് അല്ല എന്നുള്ള സത്യം നിങ്ങൾ ഏറ്റുപറയുന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതാണ് നമുക്ക് സാധിക്കേണ്ടത്. രണ്ടാമത് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന പ്രാർത്ഥന, എല്ലാ അച്ഛന്മാരും കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്നത്, അവരുടെ കുടുംബത്തിലുള്ളവർ പ്രാർത്ഥിക്കുന്നതുമായ പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവമേ എന്നെ ഒരു കുർബാനയാക്കി മാറ്റണമേ. സംഘക്കാർ എന്നെ ഒന്ന് പറഞ്ഞ് സഹായിച്ച്. എന്താ ഇപ്പം പറഞ്ഞത്? എന്നെ ഒരു കുർബാനയാക്കി എന്നെ ഒരു കുർബാനയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന് തടസ്സം നിൽക്കുമോ ഇല്ലയോ? എന്തെങ്കിലും പറ. ഇല്ല. പിന്നെ തടസ്സം നിൽക്കുന്നത് ആരാണ്? അവനവൻ തന്നെ. ആ അവനവനിലെ അവനവനെ കൊല്ലാനാണ് ഇന്ന് നിങ്ങൾ കുർബാന കൊണ്ടത്. മനസ്സിലായോ? അവനവനിലെ അവനവനെന്ന് പറയുന്ന ആ സ്വാർത്ഥതയെ കൊല്ലുന്നതിനാണ് നമ്മൾ കുർബാന കൊണ്ട്. സോ യൂക്കറിസ്റ്റ് ആസ് ബ്രെഡ് ഓഫ് ലൈഫ് ഈസ് ഗിവിങ് ആൻ എനർജി ടു കിൽ ദ നെഗറ്റീവ്സ്. എല്ലാ അകൃത്യങ്ങളെയും ഇല്ലാതെയാക്കുകയാണ്. ശോഭ നിറഞ്ഞ ആലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ. അതിനൊരു പാട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. അതിൻ്റെ അടുത്ത വാക്കെന്താ? ഞങ്ങളുടെ ദുർചിന്ത, ദുർമോഹം ഇവ ശമനം ചെയ്യണം. എല്ലാ ദുർമോഹങ്ങളും ദുർചിന്തകളും അഹന്തകളും ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിനെ കരിക്കാനാണ് നമ്മൾ കുർബാന കൊള്ളുന്നത്. മലങ്കര കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് തീക്കട്ട എന്നാണ്. ഒരു തീക്കട്ട ഒരിടത്ത് വെച്ചാൽ അതെല്ലാം കരി. അപ്പോൾ നമ്മുടെ അച്ഛൻ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്ന ആൾ എൻ്റെ വലിയ അടുത്ത സ്നേഹിതനാണ്, ജോസഫ് മാർത്തോമയുടെ അടുത്ത ആളാണ്. നമ്മൾ ഈ കരിക്കട്ടയെ, ഈ പാപത്തിൻ്റെ അണുക്കളെ കരിക്കാനുള്ള കരിക്കട്ടയെ ആയുസിൻ്റെ കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ ഈ കുർബാനയിലൂടെ സ്വീകരിച്ചിടക്കുകയും അണുക്കൾ വർദ്ധിക്കുന്നതല്ലാതെ സൗഖ്യം വരാത്തതിൻ്റെ കാരണം എന്തോ അപകടമുണ്ട്.
ഇവിടെ താഴെ ഇരിക്കുന്നവർ, നിങ്ങൾ യോജിക്കുന്നോ ഇല്ലയോ? ഇല്ല. നിങ്ങളൊന്ന് വാ തുറക്കാത്ത എന്താ? യോജിക്കുന്നുണ്ട്. നമുക്ക് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഇവിടെ ഒരു 50 പ്രാവശ്യത്തിലധികം ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. യേശു ക്രിസ്തു ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ ഈ നിൽക്കുന്നത് പോലെ ഉണ്ടോ ഇല്ലയോ? യേശു ക്രിസ്തു നമ്മൾ ഈ ശരീരത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലെ യേശു ക്രിസ്തു ഭൂലോകത്തിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്നത് എന്തിയേ? ഉണ്ടെന്ന് പറഞ്ഞ ആൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അവൻ പോയതുപോലെ വരും. അങ്ങനെ വാക്യമുണ്ടോ? ഉണ്ട്, വരും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ ഞാനിപ്പോൾ പറഞ്ഞേ? ഇല്ല. പക്ഷെ നിങ്ങളുണ്ട്, ഞാനുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും വെളിയിൽ നിൽക്കുന്നവരെ ഞാൻ നിങ്ങളോട് കരുണ യാചിക്കുന്നു. നിങ്ങൾ കേൾക്കണം. ഇരിക്കുന്നവരും നിൽക്കുന്നവരും. ഇപ്പോൾ അതിലെ പോകുന്നവരെ നോക്കിക്കൊണ്ട് ഞാൻ ഈ പറയുമ്പോൾ പോലും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ലിസൺ മീ കെയർഫുള്ളി. ഇവിടെ നിൽക്കുന്നവർ നിങ്ങളും, ഇവിടെ ഇരിക്കുന്ന നിങ്ങളും, ഇവിടെ നിൽക്കുന്ന ഞാനും യേശുവിൻ്റെ പകരക്കാരാണ്. യേശു ഇന്നിവിടെ ഇല്ല. പക്ഷേ ആ നടുവിൽ ഇരിക്കുന്ന ആളുടെ പേരെന്നാ? രണ്ടാമത്തെ ലൈനിൽ ഇരിക്കുന്നത് ആ കുട്ടികളുടെ ഇടയ്ക്ക് ഇരിക്കുന്ന അമ്മ പേര് ഇങ്ങനെ മറിയാമ്മ. ഞാനങ്ങ് ഉണ്ടാക്കുക, പറഞ്ഞ കേട്ടില്ല. മറിയാമ്മയോട് ഞാൻ പറയുന്നു, യേശു ക്രിസ്തു എന്നില്ല, മറിയാമ്മയുണ്ട് യേശുവിൻ്റെ പകരക്കാരിയായി. നിങ്ങൾ സത്യസന്ധമായി കേട്ട് എന്നോടൊരു ഉത്തരം പറയും. ഇത്രയും ആളുകൾ, 7000 ആളുകൾ രാവിലെ സർവീസിൽ അറ്റൻഡ് ചെയ്ത്, 7000+. അസാധാരണമായ ഒരു കൂട്ടായ്മയാണ് നമുക്കിവിടെ ഉള്ളത്. അസാധാരണമായ. അതിവിടുത്തെ ആൾക്കൂട്ടം കൊണ്ടല്ല. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. ഒരു ഭദ്രാസനത്തിൻ്റെ ബിഷപ്പ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ദൈവത്തെ ഗൗരവമായി എടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വെറുതെ വിശ്വസിക്കുകയല്ല, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വലുതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം, നമ്മൾ ഇത്രയും 6000 ആളുകൾ ഈ ഇരിക്കുകയും വെളിയിൽ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ നിങ്ങളുടെ ചങ്കിൽ കേട്ടാൽ മതി, നിങ്ങളുടെ വലത്ത് എടുത്ത് ചങ്കിൽ വെച്ചിട്ട്, ദൈവമേ ഞാൻ നിൻ്റെ പകരക്കാരനാണല്ലോ. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ പ്രവർത്തിക്കാൻ ഒത്തിട്ടില്ല. എന്നെ കാണുന്നവർ യേശുവിനെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് മുതൽ നമുക്കിനി അത് പറയാൻ അവകാശമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളാലാവുന്ന ശബ്ദത്തിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഓൾ ദ ചിൽഡ്രൻ സീറ്റഡ് ഇൻ ദ ഫ്രണ്ട്, ലിസൺ മീ കെയർഫുള്ളി ആൻഡ് റിപ്പീറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ യേശുവിൻ്റെ പകരക്കാരിയാണ് എന്നൊന്ന് പറയാമോ? എനിക്ക് ഇല്ലേ? പുരുഷന്മാർ ആദ്യം പറയാം, ഞാൻ യേശുവിൻ്റെ പകരക്കാരൻ. സ്ത്രീകൾക്കായിരിക്കും കുറച്ചുകൂടി ശബ്ദം, തർക്കമില്ല. ഞാൻ യേശുവിൻ്റെ പകരക്കാരി. നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ പാർക്കുന്ന പുരുഷനും അതങ്ങനെ ആയിക്കോളും. കാരണം നിങ്ങളുടെ ഈ ധൈര്യവും ബലവും ഉണ്ടല്ലോ, ഇത് സാധ്യം. ഇതൊന്നും ലളിതമായി എടുക്കരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, വിനയത്തോടു കൂടി. നമ്മൾ യേശു നല്ലവൻ, വല്ലവൻ, കൊള്ളാവുന്നവൻ എന്ന് പറഞ്ഞേച്ചു പോകുന്നതല്ല സുവിശേഷമെന്ന് തിരുമേനി ഇപ്പോൾ ഉപയോഗിച്ചു. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ഇതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ നമ്മൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ഇവിടെ കഴിഞ്ഞ സേവികാ സംഘത്തിൽ എന്നോട് പറയാൻ അച്ഛന്മാരുടെ ഒരു ഉപദേശം അനുസരിച്ച് ഞാൻ പറഞ്ഞത്, ഇനിയും മെത്രാന്മാർ പള്ളികളിൽ പോകുമ്പോൾ പള്ളിക്ക് പണം തരണം, അല്ലെങ്കിൽ പ്രോജക്റ്റിന് പണം തരണം എന്നിനിയും പറയരുത്. അതിൻ്റെ എല്ലാം കൂടെ കേട്ടിട്ടേ പറയാവൂ. ഇനി നാളെ ഇത് ചോദിച്ചാൽ ഇയാൾ ഇതിനെതിര് പറഞ്ഞാണല്ലോ കൺവെൻഷനിൽ, ആളിനെ കാണുമ്പോൾ വേഷം മാറരുത് എന്നൊക്കെ നിങ്ങൾ പറയും. അങ്ങനെ പറയാൻ സാധ്യതയുള്ളവരുണ്ട് ഇതിനകത്ത്. കാരണം അപ്പോൾ അവരെന്നെ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ കുഞ്ഞിനെ ഒരു കുർബാനയാക്കാൻ തരൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു കുർബാനയാക്കാൻ തരൂ. അർത്ഥം കുറച്ചുകൂടി ആഴത്തിൽ അന്വേഷിക്കേണ്ടതാണ്.
ഉദാഹരണത്തിന് നിങ്ങൾ നല്ലതാണല്ലോ എന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന 5000 പേര് നിങ്ങളുടെ പിള്ളേരെ എല്ലാം കൂടി ഊർശ്ലേം അരവനയുടെ മുറ്റത്ത് കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് എങ്ങനെയും രായ്ക്ക് രാമായണം രക്ഷപ്പെട്ടു പോകുക അല്ലാതെ ഒരു മാർഗവുമില്ല. അതല്ലല്ലോ അതിൻ്റെ അർത്ഥം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു മിനിറ്റ്. നമുക്ക് 2 രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താം. ലോകത്തിൻ്റെ മൂല്യത്തിലൂടെ അവരെ ലോകത്തെ കാണാൻ പഠിപ്പിക്കാം. അത് വിജയത്തിൻ്റെതാണ്, കോമ്പറ്റീഷൻ്റെതാണ്, അവരനെ തകർക്കുന്നതാണ്, വലിയവനാകാനുള്ള ശ്രമമാണ്, അധികാരത്തിനും അംഗീകാരത്തിനും പവറിനും പൊസിഷനും വേണ്ടിയുള്ള യാത്രയാണ്. അത് ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റമാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ യൂക്കറിസ്റ്റിന് കുർബാനയുടെ കണ്ണിലൂടി, ഇപ്പോൾ തിരുവേനി ഇവിടെ പറഞ്ഞത് ദൈവത്തിൻ്റെ കണ്ണിലൂടി, രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. നമ്മൾ കുർബാനയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. കുർബാനയുടെ കണ്ണിലൂടി നമ്മൾ കാണാൻ പഠിപ്പിക്കുമ്പോൾ അവർ യേശു ക്രിസ്തു കണ്ടതുപോലെ കാണും. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ശരിയാണോ തെറ്റാണോ? ഒന്ന് രക്ഷിക്കന്നെ. ആ പുറത്ത് നിൽക്കുന്നവരോട് എൻ്റെ ആശ്വാസത്തിന് വേണ്ടി ചോദിക്കുകയാണ്, ശരിയാണോ തെറ്റാണോ? ശരിയാ. പുറത്തുള്ളവരോട് ചോദിക്കുമ്പോൾ അകത്തിരിക്കുന്നവർ പറയും. അകത്തിരിക്കുന്നവരോട് അനുസരണം കൂടി നല്ലതാണ് ഈ കാര്യത്തിന്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും അപ്പന്മാരും ഗ്രാൻഡ് പേരൻസ്, അവിടെ നിങ്ങളുടെ കൊച്ചുമക്കളെ യേശു കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ പഠിപ്പിക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എൻ്റെ ഉദാഹരണമല്ല, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉദാഹരണമാണ്. അബ്രഹാം മമ്രയുടെ തോപ്പിലിരിക്കുകയാണ്. അങ്ങനൊരു തോപ്പുണ്ടോ? ഇല്ല. ഈ സേവികാ സംഘക്കാർക്ക് വേദപുസ്തകം നല്ല നിശ്ചയമായി ഇവിടുത്തെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 ആളുകൾ പോകുന്നു. പരദേശികളാണ്, അഡ്രസ് ഇല്ലാത്തവരാണ്. അബ്രഹാം ഓടിച്ചെല്ലുന്നു, സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു, വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, വലിയ ഹോസ്പിറ്റാലിറ്റി കൊടുക്കുന്നു. അങ്ങനെ അവരെ ആദരിച്ചു. അവരെ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളായിട്ടാണ് ആര് കാണുന്നത്? ഉറച്ചു പറഞ്ഞ് അബ്രഹാം കാണുന്നത് ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളാണ്. ദേ ആർ ദി എപ്പിഫനി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ. അപ്പോൾ ദൈവത്തെ കാണുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് പാട്ട പറക്കാൻ വരുന്നവരെ നമ്മൾ സാഷ്ടാംഗ പ്രണാമം നടത്തി അവൻ്റെ കാലിൽ വീണ് വീട്ടിനകത്ത് കയറ്റി നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരു നല്ല ഭക്ഷണം, അതോ മട്ടൺ ബിരിയാണിയാണ് കൊടുത്തത്, അവിടെ എഴുതിയിട്ടുണ്ട്. ഇല്ല, ആണോ അല്ലയോ? നിങ്ങൾ ഈ ബിരിയാണിയിൽ നിന്നും കേട്ടില്ല, വലിയ കാര്യങ്ങളെ കേട്ടില്ല. അവിടെ നിന്ന് വൈകുന്നേരത്ത് പോകുകയാണ് ഈ 3 ദൈവപുരുഷന്മാർ. അബ്രഹാം ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളായി കണ്ട ഈ 3 ആളുകൾ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരായി വന്നവരാണെന്ന് അബ്രഹാമിന് പിന്നീട് മനസ്സിലാകുന്നു. അവർ അബ്രഹാമിനെയും സാറായും അനുഗ്രഹിക്കുന്നു. വൈകിട്ട് സോദോം ഗോമറയിലേക്ക് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-19 അധ്യായങ്ങൾ വായിക്കും. അവിടെ ചെല്ലുമ്പോൾ അവർ കുറേ കഴിഞ്ഞ് വെയിൽ താണപ്പോൾ ലോത്തിൻ്റെ അടുത്ത് ചെന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത് ഇവിടെ 2-3 പേര് വന്നിട്ടുണ്ട്. അവരെ വിട്ടുതരണം. അവരുമായി ഭോഗത്തിൽ ഏർപ്പെടേണ്ടതിന്, കുട്ടികളിരിക്കുന്ന ഒരു സ്ഥലത്ത് പറയാൻ കൊള്ളാവുന്നതല്ല, അവരുമായി ഭോഗത്തിൽ ഏർപ്പെടേണ്ടതിന് അവരെ വിട്ടുതരണം. അബ്രഹാം ദൈവദൂതന്മാരായി കണ്ടവർ അതിന് തൊട്ടടുത്ത് നടന്നു പോകാവുന്ന ദൂരത്തുള്ള അവിടുത്തെ പുരുഷന്മാർ കണ്ടത് അവരുമായി സല്ലപിക്കാനും ഭോഗത്തിലേർപ്പെടാനുമുള്ള മൃഗീയവും നിന്ദ്യവും ലൗകികവും ജഡേച്ഛയുമായിട്ടുള്ള കാഴ്ചയാണ്. ഒരേ ആളുകളെയാണ് കണ്ടത്. എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വിഷയം. ദൈവജനമേ, കുർബാനയുടെ കണ്ണിലൂടി അബ്രഹാം നോക്കിയപ്പോൾ ആ മനുഷ്യരെ ദൈവത്തിൻ്റെ ദൂതന്മാരായി കണ്ടു. ഭോഗത്തിൻ്റെ കണ്ണിലൂടി നോക്കിയപ്പോൾ അവരുപയോഗിക്കാനുള്ള വസ്തുവായിട്ട് മാറുന്നു. മാർത്തോമാ സഭയുടെ കുഞ്ഞുങ്ങളെ, ദൈവജനമേ, അവരെ വിശുദ്ധ കുർബാനയിലൂടെ കാണാൻ പഠിപ്പിച്ച് അബ്രഹാം പരദേശികളായി വന്നവരെ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളായി കണ്ടതുപോലെ നമുക്ക് കാണാൻ സാധിക്കണം.
അങ്ങനെ കുർബാന ഡോക്ടേഴ്സ് മാർത്തോമാ സഭയിലുണ്ടാകും, കുർബാന അധ്യാപകരുണ്ടാകും. കുർബാനയുമായി ബന്ധപ്പെട്ട് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്യുക. കുർബാന അപ്പനും അമ്മയും ഉണ്ടാകും. ഇത് നിങ്ങൾ വെറുതെ കേട്ടേച്ച് പോകരുത്. ഒരൊറ്റ വിഷയമാണ് നമ്മൾ പറയുന്നത്. ലേൺ ടു സീ എവറിത്തിങ് ത്രൂ ദി ഐസ് ഓഫ് യൂക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ പകരക്കാരായി മാറും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അങ്ങനെ ഈ യേശു ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണുന്ന ആളുകൾ കൂടുന്ന ഇടവക ദൈവരാജ്യത്തിൻ്റെ പതിപ്പായിരിക്കുമോ? അവിടെ ഇരിക്കുന്ന സാർമാർ രണ്ടുപേര് ആകുമോ ഇല്ലയോ? അല്ല, നിങ്ങൾക്ക് ഒന്നിലാകത്തില്ല, അല്ലെങ്കിൽ രണ്ട് വാക്കല്ലേ, ഒന്നിലാകത്തില്ല അല്ലെങ്കിൽ ആകുമോ ഇല്ലയോ? ആ ചാരി ഇരിക്കുന്ന ആൾക്ക് കേൾക്കത്തില്ലേ? ആകുമോ ഇല്ലയോ? ആകും. ഉറച്ചു പറയണം. നമ്മളൊക്കെ ഉറച്ചു പറഞ്ഞാൽ തന്നെ അത് നമ്മുടെ ഉണ്മയെ തഴുകും. കേട്ട അങ്ങനെയൊന്നും പോകാൻ പാടില്ല. Take it very seriously, not because I am talking all these things, but because this is essentially God's demand. ദൈവത്തിന് വേറെ ഒന്നും ദൈവത്തിന് വേണ്ടത് ദൈവത്തിൻ്റെ മക്കളായി ലോകത്തിലേക്ക് അയക്കുന്നവരെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ പഠിപ്പിക്കണം. All the children, they have a moral right. അതെന്താണ് ആ റൈറ്റ്? അവർക്ക് അവരെ സൃഷ്ടിച്ച ദൈവത്തെ അറിയാൻ. മാതാപിതാക്കൾ പിണങ്ങാതിരുന്ന് ആത്മാർത്ഥമായും തുറന്ന സമീപനത്തോടെ നിങ്ങൾ കേട്ടാൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ദൈവത്തെ അറിയാനാണോ, ഭൗതിക ലോകത്തെ അറിഞ്ഞ് അതിൽ നേട്ടമുണ്ടാക്കാനാണോ കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, ഒരു സ്ത്രീയാണ്ട വെളിയിലോട്ട് പോകുന്നവരെ പിന്നെയും ഞാൻ പറഞ്ഞതാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കേൾക്കുന്നില്ല. ആരോടെ പറയാൻ? എങ്ങനെ ദൈവരാജ്യം? ഇതൊക്കെ ഗൗരവം. നിങ്ങൾ ഈ പന്തലിൻ്റെ കീഴിലിരിക്കുമ്പോൾ ജസ്റ്റ് ഫോർ 10-15-30 minutes ഓഫ് മാക്സിമം ലിസൺ ഓൾ ദീസ് തിങ്സ്. അതെല്ലാം ഒബേ ചെയ്യാനല്ല, ബട്ട് നിങ്ങൾക്കൊന്ന് ആലോചിക്കാമല്ലോ, ശരിയാണോ തെറ്റാണോ. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഞാൻ പറയുന്നത് ആരും വിഴുങ്ങണ്ട. പക്ഷേ അത് ദൈവവചനത്തിലുള്ളതാണെങ്കിൽ, പൊതുസമൂഹത്തിന് സെൻസിബിളാണെങ്കിൽ, നിങ്ങൾക്ക് സെൻസിബിളാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ശരിയാണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ തെറ്റ് പറഞ്ഞ് വീണ്ടും ഞാൻ പാപം ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ 2026 നമ്മൾ നോക്കുകയാണ്. ഇവിടെയാണ് ഇന്നലെ നമ്മുടെ കെ ഗിവറിസച്ചൻ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരും രക്ഷപ്പെട്ടു. എത്ര പേരായിരുന്നാ പറഞ്ഞ്? എന്തിനാ ഇവിടെ ഇതൊക്കെ? എത്രയാ? 200 അത്രയും ആളുകൾ രക്ഷപ്പെട്ടു. അവരുടെ ആ ജീവിതം ഒരു കുർബാന ജീവിതം ഈ അപ്പോസ്തലൻ അവിടെ തെളിയിച്ചു കൊടുത്തു. ഒടുവിൽ അവിടെ എഴുതിയേക്കുന്നത് വായിച്ചു, കുറേ പേർ വിശ്വസിച്ചു, കുറേ പേർ അവിശ്വസിച്ചു. കൊട്ടാരക്കര പുനലൂർ ഡയസിസിലെ ദൈവജനമേ, 6000 പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു പേർ വിശ്വസിക്കും, കുറച്ചു പേർ അവിശ്വസിക്കും. അതുകൊണ്ട് അവിശ്വസിക്കുന്നവർ പാപികളും അവർ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നവരൊന്നും ദൈവം ആരെയും അങ്ങനെ അയക്കുകയില്ല. അവനവൻ്റെ കാര്യം നോക്കും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, ഇവിടെ ഈ കേൾക്കുന്നത് സത്യമാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ അംഗം എന്നുള്ള നിലയിൽ, ഒരു സഭയുടെ വിശ്വാസത്തിൻ്റെ അംഗങ്ങളെന്ന നിലയിൽ നമുക്ക് ഇത് ഗൗരവമായിട്ട് എടുത്തേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ആത്യന്തികമായ ഉത്തരവാദിത്വം, ഒരു ക്രൈസ്തവൻ്റെ ആത്യന്തികമായ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവൻ ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇമിറ്റേറ്റിംഗ് ക്രൈസ്റ്റ്. ഇമിറ്റേഷൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് മിമിക്രി, ഇറ്റ് ഈസ് നോട്ട് മിമിക്കിങ്, ബട്ട് റീപ്രസെൻറ്റിങ് ക്രൈസ്റ്റ്. യേശു ഇല്ല, പക്ഷേ ഞാനുണ്ട്. ഒരു പക്ഷേ ദൈവം ഇങ്ങനെ, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുത്ത് ആരെങ്കിലും ചെല്ലുമ്പോൾ പറയും ഇങ്ങനെയൊരു കാര്യമുണ്ട്. അപ്പോൾ ദൈവം പറയും, മൈലംകാരുടെ മുമ്പ് ഇരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്, മൈലം പള്ളിക്കാരെ ഞാൻ ആക്കിയിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലുക. ദൈവം അങ്ങനെ പറയാൻ ഉണ്ടോ? അതോ ഇല്ലയോ? ഉണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് അസൈൻ ചെയ്യും ദൈവം, നിങ്ങളുടെ വ്യക്തിയിലേക്ക് ദൈവം അസൈൻ ചെയ്യും. റിസീവ് ദം ആസ് ഏബ്രഹാം റിസീവ്ഡ് ദ ഏലിയൻ. അല്ലാതെ നീ അങ്ങോട്ട് ചെന്നു അവിടെ പണക്കാരാ, ഇല്ലല്ല. നമ്മളുടെ വീട്ടിൽ അതിഥികളായി അല്ലാതെ
പാട്ട പറക്കാൻ വരുന്നവരെ ദൈവം അയക്കുന്നതായിരിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അവൻ പാവപ്പെട്ടവനും അവഗണിക്കപ്പെട്ടവനുമാണല്ലോ ആയിട്ടാണല്ലോ നമ്മൾ അവഗണിക്കുന്നത്. നമ്മളെക്കാൾ വലിയവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതേ ശിക്ഷ നമുക്ക് കിട്ടും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണും. അപ്പം ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ മാർത്തോമാ സഭയിൽ വലിയ മഹത്വത്തിൻ്റെ മാതൃകയുള്ള ഒരു വിപ്ലവം സൃഷ്ടിക്കാനാണ് സർവശക്തനായ ദൈവം പാവപ്പെട്ട നമ്മളെ ഈ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ അംഗങ്ങളായി ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. ലോകം നോക്കുന്നു പ്രതീക്ഷയോടുകൂടി. നമ്മുടെ അഹങ്കാരമോ ആർത്തിയോ കാണാനല്ല, മറിച്ച് ഞങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ്. ഞങ്ങളുടെ ഇടവകളിൽ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും നിങ്ങളുടെ ഇടവകയിൽ ഉണ്ടായാൽ, ഉണ്ടാകുക എന്ന് പറയുന്നത് ശരിയല്ലായിരിക്കും, നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ ശക്തമായി ദൈവനാമത്തിൽ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപദേശിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ 2024 ഏത് വിഷയമാണ് പഠിച്ചത്? ഒന്ന് ഉറച്ചു പറ. അനുരഞ്ജനം. 2025 കുർബാനയാണ്. കുർബാനയോട് ചേർന്ന് വരുന്ന കുംഭസാരത്തിൻ്റെ വർഷമായി 2026 ദൈവനാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. എല്ലാവരും പഠിക്കേണ്ടതാണ്. അനുതാപത്തിൻ്റെ വർഷമായി നമ്മൾ പ്രവേശിക്കണം. അത് നമ്മൾ ഗൗരവമായി എടുക്കണം. എനിക്ക് കൂടുതലായി സംസാരിക്കാനായിട്ട് ഇപ്പോൾ സമയമില്ലല്ലോ. സ്നേഹിതരെ, കുംഭസാരത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷയ്ക്ക് സാധ്യമുള്ളൂ. അതുകൊണ്ട് 1-2 വാക്കുകൾ ഞാൻ അച്ഛന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്നില്ല, കേട്ടുകൊള്ളണം. സ്വീകരിക്കേണ്ടതാണ്. അത് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് സ്വീകരിച്ചാൽ മതി. നമ്മൾക്ക് കുംഭസാരത്തിൻ്റെ നമ്മുടെ പ്രാർത്ഥന എന്താണ്? വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ തെറ്റിപ്പോയി, നിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാക്കി. ഇതൊരു കൺഫെഷൻ്റെ പ്രയറാണ്. എനിക്ക് തെറ്റുണ്ട്, എനിക്ക് ബലഹീനതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ ഉറച്ച് പറയാനുള്ള ഒരു ബലവും നമുക്ക് നൽകണം. നമുക്ക് അന്യോന്യം കുംഭസാരക്കൂടുകളാകാം. കുംഭസാരക്കൂട് എന്നുള്ള പദം നമ്മുടെ സഭയിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഓരോ കുംഭസാരത്തിൻ്റെ കൂട്ടിലും വലിയ കൺഫ്യൂഷനാണ്. ചെയ്തു പോയ തെറ്റുകളെ, അപരാധങ്ങൾ, അതിന് അബ്സല്യൂഷൻ പറയുന്നത് ഒരു വൈദികനായിരിക്കും. ആ വൈദികൻ ഇത് കേട്ട് നിൻ്റെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചേക്കും എന്നല്ല, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പാപക്ഷമ സ്വീകരിക്കാതെ ഒരൊറ്റ മനുഷ്യനും നമ്മുടെ ആയുസ്സിൽ ജീവിക്കാൻ ഒക്കുകയില്ല. വല്ലാത്ത കുറ്റബോധം നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ലവരായതുകൊണ്ട് അങ്ങനെ ആർക്കും കുറ്റബോധം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ നമ്മുടെ അവസാനം വരെ വേണം. നമ്മൾ ആരോടാണോ നമ്മൾ കുറ്റം ചെയ്തിരിക്കുന്നത് അവരോട് തന്നെ പറയാനും പഠിക്കണം. നമ്മൾ ഒരു വലിയ അപരാധം നടത്തുന്നുണ്ട്, ചുമ്മാതെ എഴുന്നേറ്റ് ഇന്ന് കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന. എനിക്ക് ആ കണ്ണാടി വെച്ച സ്നേഹിതൻ്റെ പേരെന്നാ രണ്ടാമത് പേര് ഒന്ന് ഉറച്ചു പറയണം കേട്ടോ. ഇവിടെയും കേൾക്കുന്നില്ല, അവിടെയും കേൾക്കും. ചോദ്യം ചോദിക്കാനല്ല, എനിക്കൊരു ഉദാഹരണം പറയാനാണ്. അഖിൽ അല്ലേ? എനിക്ക് അഖിലിനോടാണ് ഒരു വിരോധം എന്ന് വിചാരിക്കുക. ഞാൻ അഖിലിനെക്കുറിച്ച് മോശമായി 3-4 പേരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ കൺവെൻഷന് മുമ്പിലൊക്കെ വന്നിരിക്കും, പക്ഷേ ആളങ്ങനെ അത്ര പോരാ എന്ന് പറഞ്ഞു. ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അഖിലിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ കുംഭസാരത്തിൽ വിചാരം കൊണ്ടും വാക്കുകൊണ്ട് വേദനിപ്പിച്ചത് അഖിലിനെയാണ്. അത് ഞാൻ അഖിലിനോടാണോ പറയേണ്ടത്? ദൈവത്തോട് ഇദ്ദേഹത്തോടെ പറയാതെ ദൈവത്തോടെ പറയാമെന്നാണ്. എല്ലാവരും ഓർത്തോണം, അത് നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ആരോടെ നമ്മൾ തെറ്റ് ചെയ്തുവോ ആ ആളിനോട് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആയുസ് മുഴുക്കെ ഈ
അങ്ങനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ എവിടെയോ കേട്ടു, എന്നോട് വിരോധത്തിലിരിക്കും. സത്യത്തിൽ ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞതാണ്. ദൈവത്തോട് ഏറ്റു പറയുന്നത് ഒരു കാപട്യമാണ്. ഞാൻ പറയുന്നതിൻ്റെ കോണ്ടസ്റ്റ് മാറരുത്. ദൈവത്തെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഈ ദൈവത്തോട് ക്ഷമിക്കണമേ എന്ന് പറയാം. എന്നാൽ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പകരക്കാരൻ ഇവനുണ്ട്. അവനോടാണ് തെറ്റ് ചെയ്തത്. അവനോട് പറയണം. ഇത് നിങ്ങൾക്ക് ഇപ്പം വിശ്വാസമാകുന്നില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ മുടിയൻ പുത്രൻ പോയി തെറ്റ് ചെയ്തു, കുഴപ്പം ചെയ്തു, കയ്യിലെല്ലാം പോയി പന്നിയുടെ വാളവര തിന്നു. ഒടുവിൽ മാനസാന്തരത്തിൻ്റെ ഒരു തിങ്കിങ് ഉണ്ടായി. അവൻ വന്ന അപ്പനോട് പറയുന്നത്, അപ്പാ ഞാൻ അപ്പനെ വേദനിപ്പിച്ചു എന്നല്ലല്ലോ, അപ്പാ ഞാൻ സ്വർഗത്തോടും, ഒന്നുറച്ച് പറഞ്ഞ് സഹായിക്കണം, സ്വർഗത്തോടും നിന്നോടും അവരോട് ചെയ്യുന്നതെല്ലാം ദൈവത്തോടാണ്. മറക്കരുത്, ഒന്നുകൂടെ ഓർത്തോണം. അവരോട് ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കും. ദൈവത്തിൻ്റെ ശരീരത്തെ മുറിവേൽപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ രക്ഷപ്പെടാമെന്ന് ആരും ധരിക്കരുത്. അതുകൊണ്ട് ഈ കുമ്പസാരത്തിൻ്റെ വർഷത്തിൽ നമുക്ക് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ മനുഷ്യരാകുന്നത് കുമ്പസാരത്തിലൂടെ മാത്രമാണ്. ഈ കുമ്പസാരത്തിൻ്റെ നമ്മുടെ കൺഫെഷൻ, ഏറ്റുപറച്ചിലുകൾ, അതുകൊണ്ട് കുമ്പസാരത്തിൻ്റെ കൂടെ ഒരു വലിയ കരച്ചിലിൻ്റെ കൂടാണ്. ഞാൻ നിങ്ങൾ പിണങ്ങാതിരിക്കുക, എന്നോട് ഒന്ന് കേൾക്കുക. ഈ മാർത്തോമാ സഭയിൽ കുമ്പസാരം പറഞ്ഞ് കുർബാനയ്ക്ക് വന്ന് മുട്ടുകുത്തുന്നവരുടെ 98% ആളുകളുടെയും കണ്ണു നിറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും, നമുക്കൊരാളിനോട് പിണക്കമുണ്ട്. എനിക്ക് ശമേലച്ഛനോട് പിണക്കമുണ്ട്, ഒരു ഇച്ചിരി കൂടിയ പിണക്കമാണ്. അത് ഞാൻ ഏറ്റു പറഞ്ഞു. അച്ഛനെ ഞാൻ പോയി കെട്ടിപ്പിടിച്ചു, അച്ഛൻ അത് ക്ഷമിക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനിപ്പോൾ തിരുവേനി പറയുമ്പോഴാണ് അറിയുന്നത്, ഞാൻ അറിഞ്ഞുമില്ല, ഒരു കുഴപ്പമില്ല. അന്നേരം അട്ടഹസിക്കുകയാണോ ഞങ്ങളുടെ കണ്ണ് നിറയുകയാണോ ചെയ്യുന്നത്? ഒന്ന് ഉറച്ചു പറയണം, കണ്ണ് നിറയും. ഇന്ന് കണ്ണ് നിറഞ്ഞൊഴുകി കുർബാന കൊണ്ട് എത്ര പേരുണ്ട് കണക്കെടുക്കാനല്ല. നമ്മളിത് റിച്വൽ പോലെ വിചാരത്തിലും വാങ്ങിയത് പ്രവൃത്തിയിലും എല്ലാം ഇങ്ങനെ പറഞ്ഞു തീർത്തിട്ട് ചുമ്മാതെ ഇത് വന്ന്, എനിക്ക് തോന്നുന്നു തിരുമേനിയാണോ ഇന്നലെ പ്രസംഗിച്ചവരൊക്കെ പറയുന്നു, ഇതൊരു കാപട്യമാണ്. ഇത് ഇന്ന് ഈ കുർബാനയും കൊണ്ടേച്ച് ഇന്ന് തന്നെ ഒരു ജനബോഡി ഉണ്ടെന്നിരിക്കട്ടെ, ഈ കുർബാന കൊണ്ടതിൻ്റെ എന്തെങ്കിലും ലാജന നമുക്ക് കാണുമോ? ഇല്ല, കാണും. ഇതൊക്കെ നമ്മൾ ഗൗരവമായി എടുക്കണം. ദൈവത്തെ ചതിക്കരുത് കേട്ടോ. ഭദ്രാസന ബിഷപ്പിനെ ചതിക്കാം, ചീത്ത പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആയുസ് തന്ന ദൈവത്തെ ചതിക്കരുത്. ഒരുപാട് ചതിയുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മുടെ ഇൻറ്റൻഷനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലിരിപ്പും നമ്മുടെ പുറത്തിരിപ്പും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഓരോ കുമ്പസാരവും പാപത്തിൻ്റെ പാവാണുക്കളെ കൃപയുടെ വലിയ കൃപാണുക്കൾ കൊണ്ട് നമുക്ക് കൊന്നൊടുക്കണം. പാപം സൃഷ്ടിക്കുന്ന ഈ ഊഷരഭൂമി സൃഷ്ടിക്കുന്ന ഈ പാപത്തിൻ്റെ പാവാണുവിനെ കൃപയുടെ അണുക്കൾ കൊണ്ട് നമുക്ക് കൊല്ലാം സ്നേഹിതരെ. ഇത് സാധിക്കുമോ? സാധിക്കും. ബിഷപ്പിന് സാധിക്കും, അച്ഛന്മാർക്ക് സാധിക്കും, നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ സഭയിൽ നമ്മുടെ ഭദ്രാസനത്തിൽ നവംബർ മാസം 16, 23, 30 ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ ശക്തീകരണം കൊടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഇടവകളിൽ നിശ്ചയമായിട്ടും നടന്നിട്ടുണ്ട്. അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ അച്ഛന്മാർ പറഞ്ഞ് എല്ലാം ഇവിടെ പറയാൻ സമയമില്ല, 1-2 പറയാം. ആ പറഞ്ഞ 3-4 ആളുകൾ പറഞ്ഞ വാക്കിൻ്റെ ഒരു സമാനമായ വാക്ക് ഞാൻ പറയാം. അത് തിരുമേനി ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾ സംസാരിച്ചു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നൗ ഐ ആം ലൈറ്റ് വെയ്റ്റഡ്, ഐ ഹാവ് ദാറ്റ് ഫീലിംഗ്. ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു, ഞാൻ ഭാരമില്ലാത്തവനായിരിക്കുന്നു, എനിക്ക് പറക്കാമെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നേരിട്ട് ചോദിച്ചാൽ പറയാം, അച്ഛന്മാരുടെ ജീവിതാനുഭവമാണ്. ഒരു 3 പേരെങ്കിലും ഇത് എന്നോടല്ല, പൊതുവിൽ പറഞ്ഞു. ഒരച്ഛൻ, അദ്ദേഹത്തിൻ്റെ അനുവാദം ഞാൻ ചോദിച്ചിട്ടില്ല, അദ്ദേഹം പറഞ്ഞു, തിരുമേനി ക്ഷമിക്കണം, എൻ്റെ പള്ളിയിൽ ഞാനത് നടത്തിയില്ല. ഇനി അച്ഛനെ ഈ പറയുന്നത് നോക്കി അച്ഛനെ അന്വേഷിച്ച് വരരുത്. ഒരാളിൻ്റെ അനുവാദമില്ലാതെ ഞാൻ പറയുന്ന എന്നെ വല്ലാതെ മതിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും ചെയ്യാൻ പറഞ്ഞു. ഒരച്ഛൻ ഞാനത് ചെയ്തില്ല എന്ന് എന്നിട്ട് അച്ഛൻ പറഞ്ഞു,
ഞാൻ എൻ്റെ ബ്രദറിനോട് സംസാരിച്ചിട്ട് തിരുമേനി 1 വർഷം കഴിഞ്ഞു. എൻ്റെ സഹോദരനോട് നിരക്കാതെ എൻ്റെ ജനത്തോട് നിരക്കാൻ പറയുന്നതിനകത്ത് ഔചിത്യം എന്താണ്, നീതിബോധം എന്താണ് ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ സഹോദരനോട് അത് ഈ റെക്കൺസൈൽ ചെയ്യും, അതിനുശേഷം ഞാൻ ചെയ്യും. അച്ഛന് വേണമെങ്കിൽ പറയാം, ഇവിടെ പറഞ്ഞു വലിയ എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ റിസർച്ച് ചെയ്യാൻ പോകുന്നു. ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഇവിടെ ഈ പുരുഷന്മാർ അകത്തിരിക്കുന്നവർ പുറത്തിരിക്കുന്നവർ ഈ ഇനാഗുറൽ ഈ പുതിയ വർഷത്തിൻ്റെ ഇനാഗുറൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സഹോദരനോടോ സഹോദരിയോടോ അയൽവക്കക്കാരനോടോ കൂടെ ജോലി ചെയ്യുന്നവരോടോ ആർക്കെങ്കിലും നിങ്ങൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആ വീട്ടിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു ടെലിഫോൺ കോളിലും ചെയ്യണം. സ്നേഹിത, എനിക്ക് മുമ്പോട്ട് പോകാൻ ഒക്കുന്നില്ല. ഈ പാപഭാരവുമായിട്ട് ഞാൻ എത്ര നാൾ മുമ്പോട്ട് പോകും? ഈ പാപത്താൽ ഞാൻ എത്ര ഹനിക്കപ്പെടും? അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇതെല്ലാം ഇത് ഞാൻ പറയുന്നത് ഇവിടെ അച്ഛന്മാർ എനിക്ക് തന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ ഒരു ശതമാനമാണ് ഞാൻ സംസാരിക്കുന്നത്. 1%. അതിനുള്ള സമയമുള്ളല്ലോ. ഞാനൊരാശയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വലിയ വിപ്ലവമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് അവസാനമായി ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടും ഞാൻ ഉദ്ദേശിക്കുന്ന ആ സത്യസന്ധതയോടും കേൾക്കണം. നമുക്കിനി എലക്ഷൻസ് വരികയാണ്. എല്ലാ ഇടവകളിലും എലക്ഷനുണ്ട്, ഓരോരുത്തരെ തിരഞ്ഞെടുക്കണമല്ലോ. എന്നാൽ ഒരു എലക്ഷനിലൂടെ നിങ്ങൾ പോകാതെ ഇത്രയും പഠിച്ച ഈ സഭയിലെ മിക്ക അച്ഛന്മാരും ഭദ്രാസനക്കാരും ഇവിടെ എന്തോ അനുരഞ്ജനമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ ആവശ്യത്തിൽ കവിഞ്ഞ് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുന്ന ആളുകളാണ് നമ്മളെക്കുറിച്ച്. അത് കേൾക്കുന്നയാളാണ് ഞാൻ. എല്ലായിടത്തും ആളുകളെ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഒരിടവക 250 വീടുണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരാൾ മതിയല്ലോ, അവിടെ 2-3 പേരുടെ പേര് പറയാം ഒരു വിഷയത്തിന്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച്, ദൈവമേ, ഞങ്ങളൊരു കൺസെൻസസിൽ, ഞങ്ങളൊരു ധാരണയിൽ, ഞങ്ങൾ 3 പേരും നല്ലതായിരിക്കും, പക്ഷേ ഒരാൾ പൊക്കോട്ട്, അവൻ പോകുന്നതും ഞാൻ പോകുന്നതും ഒരുപോലെ ദൈവനാമ മഹത്വത്തിലാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആയുസ്സിൻ്റെ ഒരു മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്, ഇത് നമുക്ക് ഈ ആണ്ടിൽ സാധിപ്പിച്ചെടുക്കണം. എല്ലാവരും ഇലക്ട് ചെയ്യപ്പെടണം. പക്ഷേ അത് ഒരു ബാലറ്റിലൂടെ പോകേണ്ട കാര്യമില്ല. 3 പേര് നിൽക്കുകയാണ്. സ്നേഹിത, ഞാൻ മാറിക്കോളാം. അന്നേരമൊക്കെ പാട്ടിൻ്റെ ഓരോ ചരണങ്ങൾ പാടരുത്, നിന്നതല്ല നിർത്തിയതാണ് ഇതൊന്നും ദൈവത്തിന് ആ കോണ്ടസ്റ്റിൽ ഒരർത്ഥവുമില്ല. ഞാനോ നിങ്ങളോട് ചോദിക്കുന്നു, പുരുഷന്മാരോട് ചോദിക്കുന്നില്ല, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട്, ഈ ദൈവമേ, ഞാൻ അങ്ങ് മാറി, മറ്റേയാൾ പോട്ട്, ഞങ്ങൾ ഈ റെക്കൺസിലിയേഷനെ കുറിച്ച് പഠിച്ചവരല്ലേ, അവനും ഞാനും ഒരേ അപ്പത്തിൻ്റെ അംശികളല്ലേ, ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നതല്ലേ, ഞങ്ങൾ സഹോദരങ്ങളല്ലേ, എൻ്റെ മകൻ ജയിക്കുന്നതും അവൻ്റെ മകൻ ജയിക്കുന്നതും ഒരുപോലെയല്ലേ, അതുകൊണ്ട് ദൈവമേ ഞാൻ മാറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ഉത്തരം പറയും? ആ 2ാമത്തെ ബെഞ്ചിൽ ആദ്യം ഇരിക്കുന്ന ആ സ്ത്രീരത്നം ദൈവം എന്തോ പറയുമായിരിക്കും. വിട്ടുകൊടുക്കരുത്, നീയാണ് പോകേണ്ടത് എന്ന് പറയുമോ? നിൻ്റെ പ്രാർത്ഥന നീ പ്രസംഗം കേട്ടതിൻ്റെ അന്വർത്ഥമാക്കിയിരിക്കുന്നു മകളെ. യു ആർ ബ്ലെസ്ഡ് എന്നാണോ ദൈവം പറയുന്നത്? വിട്ടുകൊടുക്കരുത്, അണുവിടെ വിട്ടുകൊടുക്കരുത്. ഇതൊക്കെ പള്ളി പറയാവുന്നേ ഉള്ളൂ, പ്രസംഗത്തിൽ പറയാവുന്നേ ഉള്ളൂ, നമ്മുടെ കാര്യം വരുമ്പോൾ അതൊന്നും ചെയ്യരുത് എന്ന് പറയുമോ? ഇതേത് പറയും? അതുകൂടെ കേട്ടിട്ട് നമുക്ക് നിർത്തണ്ടേ? ഏതാ ഒന്നുകൂടെ ഉറച്ച് അതെന്നെ ഞരങ്ങുന്നത്? പ്രാർത്ഥനകൾ. മാർത്തോമാ സഭയുടെ ഇവിടെ ഇരിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള അംഗങ്ങളെ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. ഇത് നമുക്ക് ഇവിടെ TV സ്ക്രീനുണ്ട്. സോറി, അത് ചില ആളുകൾ അങ്ങോട്ട് നോക്കിയിരുന്നപ്പോൾ അവിടെ കാണുന്നത് കൊണ്ടാണ്. അത് നിങ്ങൾ അവിടെ നോക്കുക. ഞാൻ പറയുന്നത് കേൾക്കണം. നമ്മുടെ ഭദ്രാസനം ഒരു കുർബാന വർഷമായി ആചരിച്ച് ഒരു കുംഭസാരത്തിൻ്റെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ, ഒരു അനുരഞ്ജനത്തിൻ്റെ ആത്മാവ് എൻ്റെ ഇടവകയിൽ ഞാൻ പോകുന്നതും അവരൻ പോകുന്നതും ഒരുപോലെ ദൈവനാമ മഹത്വത്തിനാകട്ടെ. ഇവിടെ ഒരു മത്സരമില്ല, ഇവിടെ ഒരു ബാലറ്റ് ഇല്ല. ജനാധിപത്യ സഭയാണ്, ബാലറ്റ് കൃത്യമായിട്ടും അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ദൈവാത്മാവിൽ പറയുകയാണ്, ഞങ്ങൾക്ക്
ഇടവകയിൽ നിന്ന് ഒരു സഹോദരനോ സഹോദരിയോ പോയാൽ മതിയല്ലോ എന്ന് പറയുന്നത്? സാറേ, അന്ന് മുമ്പിലിരിക്കുന്ന ആളുകളാണല്ലോ അഖിലിൻ്റെ അപ്പുറത്തിരിക്കുന്ന രണ്ടുപേര്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? ഇല്ല, കേൾക്കും. നിങ്ങൾക്കൊരു ധൈര്യമില്ലല്ലോ ഇതൊന്നും പറയാൻ. കേൾക്കുക തന്നെ ചെയ്യും. ബാക്കിയുള്ളതെല്ലാം ദൈവം പറയുന്ന കാര്യങ്ങളല്ല, അവനവൻ സൃഷ്ടിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഈ സഭയിൽ വന്നിട്ടില്ലല്ലോ. ഈ ഭദ്രാസനത്തിലെ 15,000-ഓളം വരുന്ന അംഗങ്ങൾ അല്ലേ? നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാവരും കൂടെ 12,500 ആൾ. അതിനകത്ത് ഇവിടെ 12,000 ആളുകൾ. ഇവിടെയല്ല, പല വിദേശത്തൊക്കെ ആയിരിക്കുമല്ലോ. ഇവിടെ ഏതായാലും 6,000 പേരുണ്ട്. ഫാമിലിയാണ് 12,000. അപ്പം 12 4 48, 50,000-ഓളം ആളുകളുണ്ട്. 50,000-ഓളം ആളുകളുണ്ട്. ഞാൻ എന്നാ വിശപ്പ ഈ ഇവിടെ എത്ര ഉണ്ടെന്ന് ചോദിച്ച് കൃത്യം അറിയാത്ത. എങ്കിലും നമ്മൾ ആലോചിച്ച് വേണം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനാപൂർവം ഇത് മാർത്തോമാ സഭയിൽ പേര് കേൾപ്പിക്കാനല്ല, ഒരു അനുഗ്രഹത്തിൻ്റെ മാതൃകയായിരിക്കും. തർക്കം ഇല്ല. ദൈവത്തെ തോൽപ്പിക്കാതെ ദൈവഹിതം അറിഞ്ഞ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി വിശ്വാസവീരരായി നമുക്ക് മുമ്പോട്ട് പോകാം. അതിനുള്ള പഠനം ഈ 2026 അനുരഞ്ജനത്തിൻ്റെ കഴിഞ്ഞു. നമ്മൾ കൺഫെഷൻ്റെ കുംഭസാരത്തിൻ്റെ വർഷത്തിലേക്ക് പ്രവേശിക്കും. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പാടി, എല്ലാ അച്ഛന്മാരുടെ വീട്ടിലും എല്ലാ ദിവസവും രാവിലെ പാടുന്ന പാട്ടിൻ്റെ സ്റ്റാൻസ ഇങ്ങനെയാണ്: എൻ്റെ ആയുസിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ പോവാൻ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. തുടങ്ങിയപ്പോൾ നമ്മൾ പാടി, ഒരു കൂദാശയായി എൻ ജീവൻ, ഒരു കുർബാനയായി എൻ ജീവൻ. ഇപ്പോൾ നമ്മൾ പാടുകയാണ്, ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി സമർപ്പിക്കുന്നു. ഈ ഒരു പ്രാവശ്യം നിങ്ങൾ എഴുന്നേൽക്കണം, പിന്നെ നിങ്ങൾ വീണ്ടും ഇരിക്കേണ്ടി വരും. അതിൽ നിങ്ങൾ ക്ഷമിക്കണം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പുതിയ വർഷത്തിലേക്ക് ഉള്ള പ്രവേശന കവാടത്തെങ്കിൽ ഒരു കുർബാനയായി മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ, ആ കുർബാനയും കുമ്പസാരവും ഒരുപോലെ പോകുന്നത് കൊണ്ട് നമുക്ക് പരസ്പരം കുമ്പസാര കൂടുകളായി മാറി അവിടെ കണ്ണുനീരിൻ്റെ ഒരു സ്ഥലമായി മറ്റുള്ളവൻ്റെ അപരാധങ്ങളെ അപഹസിക്കാനോ പരിഹസിക്കാനോ അല്ല, അവൻ്റെ അപരാധങ്ങളെ നമ്മൾ കേട്ട് അവന് സ്വാന്തനവും നിനക്ക് നന്മ വരട്ടെ, നീ നന്നായി നിൻ്റെ കുറ്റങ്ങളിൽ നിന്ന് അകന്ന് യേശു തമ്പുരാൻ ഏറ്റവും വലിയ പാപകൃത്യത്തിൽപ്പെട്ട സ്ത്രീയോടെ മകളെ പോകുക, ഇനിമേൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആ സ്വാന്തനത്തിൻ്റെയും രക്ഷപ്പെടുത്തലിൻ്റെയും രക്ഷയുടെ ശബ്ദം നമുക്ക് പരസ്പരം പറയാം. ആരെയും ക്രൂശിക്കാനല്ല, എല്ലാവരെയും ഉയർപ്പിക്കുവാൻ നമുക്ക് ഒരു വർഷം കൂടി ദൈവം തരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ചിലരില്ല ഇവിടെ. ഈ വർഷം നിൽക്കുന്ന നമ്മൾ ഒരു പക്ഷേ ഈ രാജ്യത്തു നിന്ന് വേറെ ഒരു രാജ്യത്ത് പോയെന്ന് വരാം, പഠിക്കാൻ പോയെന്ന് വരാം, രോഗത്താൽ ആശുപത്രിയിലായെന്ന് വരാം. അതിനെക്കുറിച്ച് നമ്മൾ വറിയിടാവേണ്ട കാര്യമില്ല. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിനുള്ളവൻ എന്നുള്ള പൗലൂസിൻ്റെ വാക്ക് നമുക്ക് ഓർക്കാം. ആ വാക്കോടുകൂടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ പൂർത്തീകരിക്കാം. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം